സ്നേഹമുള്ളവരെ, നമ്മുടേതല്ലാത്ത ഒരു ചെരുപ്പ് നമ്മൾ എടുത്തിട്ടാൽ അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മുടേതല്ലാത്ത കണ്ണട എടുത്ത് മുഖത്ത് വെച്ചാൽ കൈകൊണ്ടെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. നമ്മുടേതല്ലാത്ത ഒരു മൊബൈൽ ഫോണ് ഒരുപക്ഷെ അതേ കമ്പനിയുടെ അതേ സീരീസിലുള്ളത് എടുത്താലും നമുക്കത് മനസ്സിലാവും. അതൊക്കെ കിട്ടിയെടുത്ത് നമ്മൾ ഉപേക്ഷിക്കും. അതിൻ്റെ വളരെ ചെറുതായിട്ടുള്ള ഭാരവ്യത്യാസം അല്ലെങ്കിൽ നമ്മുടെ കൈയുമായിട്ട് അതിനുള്ള ഇണക്കക്കുറവ്, ഇതൊക്കെയാണ് നമുക്കിതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ കൊണ്ട് നടക്കുന്ന എല്ലാ ദുഃഖങ്ങളും നമ്മുടേതല്ല, നമ്മൾ കൊണ്ട് നടക്കുന്ന എല്ലാ സന്തോഷങ്ങളും നമ്മുടേതല്ല. നമ്മുടേതല്ലാത്ത ദുഃഖങ്ങൾ എന്തിനു നമ്മൾ വഹിക്കണം? നമ്മുടേതല്ലാത്ത സന്തോഷങ്ങൾ എന്തിനു നമ്മൾ കൊണ്ടു നടക്കണം? അതൊക്കെ അതിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കണം. അല്ല എങ്കിൽ കിട്ടുന്നിടത്ത് അത് വഴിയോരത്തെങ്കിൽ അവിടെ അത് ഉപേക്ഷിക്കണം. ബെന്യാമിൻ എഴുതിയ മൾബറി എന്നുള്ള നോവലിലെ ചില വാചകങ്ങളാണ്, അതിലെ കഥാനായിക ഡെയ്സിയുടെ വാക്കുകളാണിത്. ഇത് വൈകാരികമായിട്ടും ഒരുപക്ഷെ ഭൗതിക ലോകത്തും ശരിയാകാമെങ്കിൽ പോലും ബന്ധങ്ങളുടെ ലോകത്തും ആത്മീയതയുടെ ലോകത്തും സാമൂഹികമായിട്ടുള്ള ലോകത്തും ഇത് ശരിയല്ല. കാരണം മനുഷ്യർ വലുതായിട്ട് തീർന്നിരിക്കുന്നവർ മുഴുവനും മറ്റുള്ളവരുടെ ഭാരം ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. ആരെങ്കിലുമൊക്കെ ഈ ലോകത്തിൽ മഹാന്മാരായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖവും മറ്റുള്ളവരുടെ സന്തോഷം സ്വന്തം സന്തോഷവുമാക്കിയിട്ടുള്ളവരാണ്. യേശു വലിയവനായിട്ട് തീർന്നത് എങ്ങനെയാണ്? സ്നാപയോഹന്നാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായതുകൊണ്ടാണ്. ഇന്നത്തെ സുവിശേഷത്തിലും സ്നാപയോഹന്നാൻ അതുപോലെ യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്കുകൾ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ശിഷ്യന്മാർ ഗുരുക്കന്മാർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ അവർ ഗുരുക്കന്മാരുടെ ചെരുപ്പിൻ്റെ വാറഴിക്കുക മാത്രം ചെയ്തിരുന്നില്ല, അത്രമാത്രം എളിമപ്പെടുത്തുന്ന ഒരു ജോലിയായിരുന്നു അതെന്നുള്ളത് കൊണ്ട്. എന്നിട്ട് സ്നാപകൻ പറയും, അതിനുള്ള യോഗ്യത പോലും എനിക്കില്ല. സ്നാപയോഹന്നാന് ആ സമയത്ത് പക്ഷേ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. യേശുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ല. മാത്രമല്ല യേശു വീണ്ടും പറയുന്നുണ്ട്, സ്നാപകൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നേരം എല്ലാ നാടുകളിൽ നിന്നും ധാരാളം ആളുകൾ സ്നാപകൻ്റെ അടുക്കൽ ഉപദേശം തേടിയെത്തുന്നു. ആളുകൾ അവനോട് തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. സ്നാപയോഹന്നാന് സീനിയോറിറ്റി ഉണ്ടായിരുന്നു. യേശു തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്ന സമയത്ത് സ്നാപകൻ്റെ മുൻപിൽ യേശു ഒന്നുമല്ലായിരുന്നു. എന്നിട്ടും സ്നാപയോഹന്നാൻ പറയും, അവനാണ് ശക്തനായിട്ടുള്ളവൻ. എന്തുകൊണ്ടാണ് സ്നാപകൻ അങ്ങനെ പറയാനായിട്ട് പറ്റിയത്? അത് നമ്മൾ തിരിച്ചറിഞ്ഞ നമ്മുടെ ജീവിതം കുറേയും കൂടിയൊക്കെ മെച്ചപ്പെട്ടതാകും. ഒന്നാമത്, സ്നാപകൻ യേശുവിൻ്റെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞു. യേശുവിൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു? അത് ദൈവികമായിട്ടുള്ള വ്യക്തിത്വമാണ് യേശുവിൻ്റേത്. ഞാനൊരു മനുഷ്യൻ, ഇതാ ഇവൻ ദൈവം, ഇവന് വഴിയൊരുക്കാൻ വേണ്ടി അയക്കപ്പെട്ടവൻ മാത്രമാണ് ഞാൻ എന്ന് സ്നാപകൻ തിരിച്ചറിഞ്ഞു. വ്യക്തിത്വത്തിൻ്റെ മഹത്വം. രണ്ടാമത്, സ്നാപകൻ തിരിച്ചറിഞ്ഞത് യേശുവിൻ്റെ നിയോഗം എന്തായിരുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ നിയോഗം മനുഷ്യനെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ള ഒരു നിയോഗം, സ്വന്തം രക്തത്താൽ അർപ്പിക്കപ്പെട്ട് മനുഷ്യനെ രക്ഷിക്കുക. സ്നാപകൻ്റെ നിയോഗം എന്തായിരുന്നു? അത് ഇത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ, യേശുവിന് വേണ്ടിയിട്ട് വഴിയൊരുക്കുക എന്നുള്ളത്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അതുകൊണ്ട് സ്നാപകൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, അവനാണ് വരാനിരിക്കുന്നവൻ. തൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നിയോഗം പൂർത്തീകരിക്കപ്പെട്ടു എന്നറിയുമ്പോൾ യേശുവിന് സകലവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് സ്നാപകന്. യേശു ആകട്ടെ തൻ്റെ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യുന്ന, അത് ആരംഭിക്കുകയും ചെയ്യുന്ന യേശുവിനെയും നമ്മൾ കാണും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയും നമ്മൾ ചെയ്യേണ്ടതും ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന നിയോഗത്തെ അംഗീകരിക്കുക എന്നുള്ളത്. അത് സഭാപരമായിട്ടുള്ള സ്ഥാനങ്ങളിലാണെങ്കിലും കുടുംബത്തിലെ സ്ഥാനങ്ങളിലാണെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ ചില തിരഞ്ഞെടുപ്പുകൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ടല്ലോ, ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇയാളെക്കാൾ കൂടുതൽ പ്രസംഗിക്കുന്ന ആളുകൾ, ഇയാളെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവർ, ഇയാളെക്കാൾ കൂടുതൽ പാണ്ഡിത്യമുള്ളവർ, വിനയമുള്ളവർ,
ഇയാളേക്കാൾ നല്ല വ്യക്തിത്വമുള്ള എത്രയോ ആളുകളുണ്ടായിട്ടാണ് ഈ സ്ഥാനത്തേക്ക് ഇയാൾ തന്നെ എത്തപ്പെട്ടത്. എങ്ങനെയാണ്? അതൊരു ദൈവത്തിൻ്റെ നിയോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രധാനം. കുടുംബത്തിലും ആ സ്ഥാനങ്ങളുണ്ടല്ലോ, അപ്പൻ്റെ സ്ഥാനവും അമ്മയുടെ സ്ഥാനവും ഒക്കെ. ഈ സ്ഥാനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നത് അത് ദൈവത്തിൽ നിന്ന് അയാൾക്ക് കിട്ടിയിരിക്കുന്ന, അവർക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരിക്കലൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദൈവേഷ്ടമാണ്, ദൈവം കൊടുത്ത നിയോഗമാണ് എന്ന് സ്നാപകൻ യേശുവിനെ അംഗീകരിച്ചതുപോലെ അംഗീകരിക്കുകയും വേണമെങ്കിൽ വഴിമാറിക്കൊടുക്കുകയും ചെയ്യുക. അവൻ വളരട്ടെ, അവൻ വളർന്നു വലുതാകട്ടെ, അങ്ങനെ ലോകം കൂടുതൽ മഹത്വമുള്ളതായി തീരട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ വഴിമാറിക്കൊടുക്കുക. അവൻ്റെ നിയോഗം പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനാവുന്നത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നിയോഗങ്ങൾ കിട്ടിയിട്ടുള്ളവർ ചെയ്യേണ്ട അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവർ ആരെയാണോ ഭരിക്കുന്നത് അവരുടെ ഭാരം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നിയോഗത്തിലേക്ക് വന്നിരിക്കുന്നത്. യേശുവിന് ഫരിസേയരുടെ മുൻപിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണം, നിങ്ങൾ വലിയ ചുവടുകൾ പാവപ്പെട്ടവരുടെ മുകളിൽ വെച്ച് കൊടുക്കുന്നു, അവർക്ക് ആ ചുമടെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ്. ഫരിസേയർ വെച്ച് കൊടുത്ത ഭാരം ഒന്നാമത് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുടെ ഭാരമായിരുന്നു. വലിയ നികുതി പിരിവും അതോടൊപ്പമുള്ള ദേവാലയങ്ങളിലെ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വലിയ പണപ്പിരിവും, ഇതെല്ലാം ഈ പാവപ്പെട്ട മനുഷ്യരുടെ മുകളിലേക്ക് വെച്ച് കൊടുത്ത ചുമടുകൾ. അതിനേക്കാളുപരിയായിട്ട് നിയമത്തിൻ്റെ നൂലാമാലകളാകുന്ന വലിയ ഭാരം. ഇന്ന് ഒരുപക്ഷേ നമ്മളെയും വലയ്ക്കുന്നത് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ അതോടൊപ്പം തന്നെ സഭയിൽ ജീവിക്കുമ്പോഴൊക്കെ നമ്മളെയും വഹിക്കുന്ന, നമ്മളെയും കഷ്ടപ്പെടുത്തുന്ന, ബന്ധനത്തിലാക്കുന്ന ഭാരമെന്ന് പറയുന്നത് നമ്മൾ വേച്ച് നടക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം നമ്മൾ ഭാരപ്പെട്ട് ജീവിക്കാനുള്ള കാരണം ഈ രണ്ട് തരത്തിലുള്ള ഭാരമായിരിക്കണം. നിയമത്തിൻ്റെ ഭാരവും സാമ്പത്തികമായ ബാധ്യതകളുടെ ഭാരവും. ഭാരങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഭരിക്കുന്നവർ ശ്രദ്ധിക്കട്ടെ. ഭരിക്കുന്നവരെ അംഗീകരിക്കുന്നതിന്, സ്നാപയോഹന്നാൻ യേശുവിനെ അംഗീകരിച്ചതുപോലെ അംഗീകരിക്കുന്നതിന് സാധാരണക്കാർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.